Ladies and gentlemen, we are going to commence live streaming. Please put your phones on silent mode. Good afternoon and a warm welcome to all. അറബിക്കടലിൻ്റെ റാണിക്ക് രാജകീയ പ്രൗഢി നൽകുന്ന ഇന്ത്യയുടെ അഭിമാനമാണ് കൊച്ചി കപ്പൽശാല. വലിയ സമുദ്രതീര സമ്പത്തുള്ള ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ ഒരേ ഒരു കപ്പൽശാല മാത്രമേ നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നുള്ളൂ. രാജ്യത്തിൻ്റെ വികസനത്തിന് മറ്റൊരു കപ്പൽശാല കൂടി വേണമെന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ
പുതിയൊരു കപ്പൽശാലയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കുകയും തന്ത്രപ്രധാനമായ കപ്പൽ ചാലുകളുള്ളതും അതിനേറ്റവും അനുയോജ്യവുമായ സ്ഥലം കൊച്ചിയാണെന്ന് കണ്ടെത്തുകയും നിരവധി ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷം 1959 മുതൽ കപ്പൽശാലയ്ക്ക് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. നമുക്കറിയുന്നതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെയും എറണാകുളം ജില്ലാ ഭരണകൂടത്തിൻ്റെയും കൊച്ചിക്കാരുടെയും ഒന്നിച്ചുള്ള പ്രയത്നങ്ങളുടെ ഫലമായാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാല രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചത്. In 1959, 100 acres of land was acquired near the Venduruthi Bridge along the lake for the shipyard. The proposal, however, stayed on paper for a long time. As a form of protest against the delays, the locals used bamboo, reeds, and paper to create a small ship. After completing it in a few days, they named the ship as SS Cochin Rani, loaded it onto a lorry, and took it around the nearby areas before launching it in the sea. The national media got wind of this unique protest, and things moved really fast from then on. ഈ അവസരത്തിൽ കേന്ദ്ര സർക്കാർ 70 ഏക്കർ സ്ഥലം കൂടി ഏറ്റെടുക്കുകയും കപ്പൽശാലയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുകയും ചെയ്തു. കപ്പൽ നിർമ്മാണ പ്രഗത്ഭരായ ജപ്പാനിലെ മെറ്റ്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് കപ്പൽശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. സാവധാനമാണെങ്കിലും ആദ്യഘട്ടം പൂർത്തീകരിക്കുവാൻ സാധിച്ചു. Meanwhile, the first ship's construction began in 1976. It was the MV Rani Padmini, a bulk carrier for the Shipping Corporation of India. In 1981, under the Metro Man of India, Shri E. Sridharan Sir's leadership, our shipyard launched MV Rani Padmini. If it took 5 years to build MV Rani Padmini, today Cochin Shipyard can build an average of 10 ships a year, including big and small vessels. Our ship repair operations commenced in 1981. Cochin Shipyard has completed the repair and upgradation of over 2,500 ships and is presently repairing an average of 100 ships a year. The refits of all aircraft carriers of the Indian Navy have been undertaken only at CSL till date. നിലവിലുള്ള ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ഡോക്കുകൾക്ക് പുറമെ പുതിയൊരു ഡ്രൈ ഡോക്കും അത്യാധുനിക ഇൻ്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റിയും സജ്ജീകരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് കൊച്ചി കപ്പൽശാല ഇന്ന്. ഇത് പൂർത്തിയാകുന്നതോടെ എയർക്രാഫ്റ്റ് കാരിയറുകളും മറ്റു വലിയ വാണിജ്യ കപ്പലുകളും കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ കപ്പൽശാലയ്ക്കാകും. കൂടാതെ ഇന്ത്യൻ പെനിൻസുലയിൽ ടെപ്മ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, CSL മുംബൈ ഷിപ്പ് റിപ്പയർ യൂണിറ്റ്, CSL കൊൽക്കത്ത ഷിപ്പ് റിപ്പയർ യൂണിറ്റ്, CSL ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഷിപ്പ് റിപ്പയർ യൂണിറ്റ് തുടങ്ങി 5ഓളം ഷിപ്പ് റിപ്പയർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് സംരംഭങ്ങൾ ഇന്ന് കൊച്ചിക്ക് പുറത്തും കൊച്ചി കപ്പൽശാലയുടേതായിട്ടുണ്ട്. അതുപോലെ 1993 മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ തുടങ്ങി 2500ഓളം മറൈൻ കേഡറ്റ്സിനെ വാർത്തെടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറൈൻ രംഗത്ത് ജോലിക്ക് പ്രാപ്തരാക്കിയ കപ്പൽശാലയുടെ നോളജ് സെന്ററും വിജയകരമായി പ്രവർത്തനം തുടരുന്നു. Cochin Shipyard has made its golden mark by constructing India's first indigenous aircraft carrier Vikrant, which is the most complex and largest warship to be built in India. This has catapulted India into a select group of nations that have built their own aircraft carriers. As a part of its growth strategy roadmap, CSL has recently incorporated a new division called CSAS, CSL Strategic and Advanced Solutions, aimed at leveraging 5 decades of inherent expertise and knowledge to tap into the evolving world of new technologies and endless opportunities. Cochin Shipyard has plans to venture into renewable and green energy solutions like hydrogen cell and solar power. CSL is also planning to associate with startups to explore
new and breakthrough solutions for the marine ecosystem. Hard work, commitment, integrity, flexibility, and adaptability has crafted the CSL of today. Our Miniratna company is a perfect example that with excellent management and sincere workforce, any industry can thrive anywhere. Thank you. Our chairman and managing director will arrive soon. We will commence the official function once our chairman arrives.
Our chairman has arrived. A very, very good evening to one and all. We have all gathered here for something special, that is, to kick off our Cochin Shipyard Golden Jubilee celebrations. As we all know, our shipyard is celebrating her 50th milestone anniversary. And it is my absolute pleasure and privilege to welcome you all to this function. ഈശ്വരാനുഗ്രഹത്തോടെ നമുക്ക് ഈ മംഗളകരമായ ചടങ്ങ് ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി മിസ് മരിയ എസ് ജോണിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ട് അല്പസമയം പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Thank you, Maria. May I now invite Mr. Aniju P. Sir, Secretary of Cochin Shipyard Employees Federation, to formally welcome the gathering. ബഹുമാന്യനായ കപ്പൽശാലയുടെ ചെയർമാൻ, ഡയറക്ടേഴ്സ്, CVO, സീനിയർ ഓഫീസേഴ്സ്, തൊഴിലാളി സുഹൃത്തുക്കളെ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളെ, റിട്ടയർഡ് അസോസിയേഷനുകളടക്കമുള്ള സംഘടനാ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആ വേളയിൽ തന്നെയാണ് നമ്മുടെ കപ്പൽശാലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം ആകുന്നത്. നമ്മുടെ കപ്പൽശാല 2ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രഖ്യാപിച്ചു. ഒരുപാട് വർഷങ്ങൾ നമ്മൾ കാത്തിരുന്നു. 1951 സ്ഥലം ഏറ്റെടുക്കൽ തുടങ്ങി. അതിനുശേഷവും വീണ്ടും നമ്മുടെ കാത്തിരിപ്പ് നീണ്ടു. ഒരു വലിയ ജനകീയ പോരാട്ടങ്ങളിലൂടെയാണ് നമ്മുടെ കപ്പൽശാല കൊച്ചിയിൽ സ്ഥാപിതമായത്. നേരത്തെ പറഞ്ഞതുപോലെ
സമരമുഖങ്ങളിൽ കടലാസ് കപ്പലുകൾ ഇറക്കിയും കേരളത്തിൻ്റെ ബന്ദ് നടത്തിയും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയാണ് നാം ഈ സ്ഥാപനം നേടിയെടുത്തത്. നമ്മൾ ഈ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മളുടെ സ്മരണയിൽ വരേണ്ട നിരവധി ഘടകങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു പാരിതോഷികവും മറ്റൊരു പ്രത്യുപകാരങ്ങളും ഒന്നും ആഗ്രഹിക്കാതെ നമ്മുടെ ശാലയ്ക്ക് വേണ്ടി അന്ന് അണിനിരന്നവർ, അതോടൊപ്പം തന്നെ നമ്മുടെ കപ്പൽശാലയ്ക്ക് വേണ്ടി ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മുടെ കപ്പൽശാലയ്ക്ക് മറ്റൊരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരുന്നു. ഏറ്റെടുക്കുമ്പോൾ ഒരു സെമിത്തേരി അടക്കം, ആരാധനാലയങ്ങളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. സെമിത്തേരി അടക്കം പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് നമ്മുടെ സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ ഇടയായത്. അപ്പോൾ അത്തരം എല്ലാ രീതിയിലുമുള്ള നമ്മുടെ അന്ന് സഹകരിച്ച എല്ലാവരെയും സ്മരിക്കാനുള്ള ഒരു അവസരവും നമുക്ക് ഈ സുവർണ ജൂബിലിയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനം അതിനുശേഷം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഇന്ന് നമ്മൾ എല്ലാം നേടി എന്നുള്ള നിലയിലേക്ക് എത്തിച്ചേരുന്ന ഒരവസരമാണ്. പക്ഷേ ഇതല്ലായിരുന്നു നമ്മുടെ സ്ഥാപനത്തിൻ്റെ അവസ്ഥ. സ്ഥാപനം ഏത് നിമിഷവും പൂട്ടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഭീമമായ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഓർഡറുകളുടെ കാര്യത്തിലുമൊക്കെ നമ്മുടെ സ്ഥാപനത്തിന് വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലെല്ലാം നമുക്ക് കൂട്ടായി ഒന്നിച്ചു നിന്നാണ് നമ്മൾ അതിനുവേണ്ടി, നമ്മുടെ ചെയർമാനൊക്കെ പറയാറുണ്ട്, നമ്മുടെ SOS സമരത്തിലൊക്കെ അണിനിരന്നവരാണ് ഞങ്ങൾ, ഈ തെരുവിലൂടെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നടന്നവരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ അത്തരത്തിലൊക്കെയാണ് നമ്മളുടെ സ്ഥാപനം ഈ നിലയിലേക്ക് നമുക്ക് ഇപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ വഴിയിലെല്ലാം നമ്മളെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾ, അതോടൊപ്പം തന്നെ ഈ കപ്പൽശാലയ്ക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. നമുക്ക് ഈ അടുത്ത് നടന്ന അപകടം അടക്കം. അപ്പോൾ അത്തരം ആളുകളെയെല്ലാം നമുക്ക് സ്മരിക്കാനുള്ള ഒരു അവസരമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻകാല ചെയർമാൻമാർ, നമ്മുടെ സ്ഥാപനത്തിൽ റിട്ടയർഡായ പ്രതിനിധികളൊക്കെ, അസോസിയേഷൻ്റെ റിട്ടയർഡായ തൊഴിലാളികൾ, അത്തരം ആളുകളെല്ലാം എല്ലാവരെയും കൂട്ടിയിടക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സുവർണ ജൂബിലി ആഘോഷത്തിലേക്ക് കടക്കുന്നത്. നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ തന്നെ, ചെയർമാൻ ആദ്യമായിട്ട് പറയുമ്പോൾ തന്നെ എല്ലാവരെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ടായിരിക്കും നമുക്ക് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കേണ്ടതെന്നുള്ളൊരു നിർദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് ഈ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിൽ ഒരുപാട് ഉപകാരപ്രദമായ അതുപോലെ തന്നെ റിട്ടയർഡായ എംപ്ലോയീസും അതോടുപോലെ നാടിനും നമ്മൾ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ച് നാടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നാടിന് ഉള്ള നമ്മുടെ സ്നേഹോപകാരങ്ങളും ഈ സമയം നമ്മൾ നൽകും, ഈ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമിടുമ്പോൾ ഒരുപാട് മറ്റ് നിരവധി പരിപാടികൾ അതിൽ അനൗൺസ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മൾ അത്തരം പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്യും. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ചെയർമാൻ പറയുന്നത് പോലെ നമ്മളൊരു കപ്പൽശാല കുടുംബം എന്നുള്ള നിലയിൽ യാതൊരു വേർതിരിവുകളും ഇല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ ആഘോഷത്തിന് തുടക്കമിടുമ്പോൾ ഇനി ഭാവിയിൽ നമ്മൾ കപ്പൽശാലയെ വളരെ പുരോഗതിയിലേക്ക് നയിക്കുമെന്നുള്ളൊരു പ്രതിജ്ഞ കൂടി എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി നമ്മുടെ കപ്പൽശാല ചെയർമാൻ, നമുക്കറിയാം അദ്ദേഹം നമ്മുടെ ശാലയിൽ തന്നെ ഉയർന്നു വന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ചെയർമാനായിട്ട് സ്ഥാനമേറ്റു. 5 വർഷം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം നമ്മുടെ ചെയർമാനായിട്ട് തുടരുകയാണ്. ഈ വാർഷികാഘോഷത്തിൽ നമ്മളെ നയിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുക. നമ്മുടെ ഡയറക്ടേഴ്സ് എല്ലാം നമുക്കറിയാം, ചെയർമാനെ പോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വന്ന ആളുകളാണ്. നമ്മുടെ ഡയറക്ടർ ടെക്നിക്കൽ ബിജോയ് സാറിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്.
നമ്മുടെ ഡയറക്ടർ ഫൈനാൻസ് അദ്ദേഹത്തിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുക. നമ്മുടെ CVO ഉമാ വെങ്കടേഷ് മാഡത്തിനെ ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുക. നമ്മുടെ ഇതിൻ്റെ സംഘാടക സമിതി ചെയർമാനും അതോടൊപ്പം തന്നെ നിയുക്ത നമ്മുടെ ഡയറക്ടർ ഓപ്പറേഷൻസ് കൂടിയായ ശ്രീ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. പിന്നീട് നമ്മുടെ സീനിയർ ഓഫീസേഴ്സ്, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും പ്രാധാന്യമുള്ള നമ്മുടെ റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ പ്രതിനിധികൾ വന്നിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ, അത് നമുക്കറിയാം, കപ്പൽശാലയിലെ ഏറ്റവും തൊഴിലാളികൾ അണിനിരന്നിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് യൂണിയൻ്റെ നേതാക്കൾ എത്തിയിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് സംഘിൻ്റെ നേതാക്കളുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഉണ്ട്, റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ, നമ്മുടെ CISFൻ്റെ സുഹൃത്തുക്കൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു ശ്രീ അനിജൂപ്പി. പ്രകാശം വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണല്ലോ. ഈ ധന്യമുഹൂർത്തത്തിന് ഭദ്രദീപം കൊളുത്തുവാനായി കൊച്ചി കപ്പൽശാലയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മധു S. നായർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ അനുഗമിക്കുവാൻ കൊച്ചി കപ്പൽശാലയുടെ ഡയറക്ടർ ടെക്നിക്കൽ ശ്രീ ബിജോയ് ഭാസ്കർ, ഡയറക്ടർ ഫിനാൻസ് ശ്രീ ജോസ് VJ, ചീഫ് വിജിലൻസ് ഓഫീസർ ശ്രീമതി S. ഉമാ വെങ്കടേശൻ IRS, advisor to chairman and managing director Sri Suresh Babu NV, CGM Ship Repair and chairman of Golden Jubilee Organizing Committee Sri Srijit K. Narayanan, GM Training Sri AV Suresh Kumar എന്നിവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈശ്വരാനുഗ്രഹത്തോടെ നമുക്ക് ഈ മംഗളകർമ്മത്തിൽ പങ്കുചേരാം. Thank you all. Let us now watch a short video on our shipyard's 50 years journey, overcoming various hurdles and reaching the zenith, making every Indian proud. This is the story, a story about a shipyard. Plans for country's second shipyard in Kochi started as early as in 1959. It was in 1959 the central government, Ernakulam District Development Council and Government of Kerala jointly gave ears to a big dream, the Cochin Shipyard.
In 1969, by submitting a detailed project report and acquiring 100 acres of land in Kochi, the Greenfield shipbuilding concept got permission to embark on its journey from the central government. In 1972, March 29, it was established as a company under the name Cochin Shipyard Limited. Overcoming challenges of its formative years, on February 11, 1976, the building of its first ship, Rani Padmini, was inaugurated by then Prime Minister Srimati Indira Gandhi. The journey that followed was like a dream come true. First vessel, still one of the largest ships to be built in India, Rani Padmini was delivered in 1981. In 1981, the second dock was completed and ship repair division was started. The Marine Training Institute commenced in 1993. From 2002 onwards, Cochin Shipyard turned to build foreign ships. In 2009, the Cochin Shipyard began the manufacturing of its first warship, INS Vikrant. It was the first aircraft carrier to be made in India, a true example of Atmanirbhar Bharat. Now in 2022, the Cochin Shipyard stands tall among the shipyards of India with rich history of constructing hundreds of big and small ships, autonomous vessels, hybrid electric ferries, dredgers, ro-ros, and other commercial vessels. The story doesn't end here. The voyage of Cochin Shipyard continues into the future. Now its paddles are strong and powerful. നമുക്കറിയുന്നതുപോലെ കൊച്ചി കപ്പൽശാല വിജയകരമായ 50-ാം വർഷം പിന്നിടുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് നാം കൊച്ചി കപ്പൽശാലയുടെ 50-ാം സ്ഥാപക ദിനം ആഘോഷിക്കുകയാണല്ലോ. വരും ദിനങ്ങളിൽ കൊച്ചി കപ്പൽശാല ഗോൾഡൻ ജൂബിലി ഉദ്ഘാടന ചടങ്ങുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ സമാപന പരിപാടികൾ മാർച്ച് 2023 നടക്കാനിരിക്കുന്നത്. ഈ ആഘോഷങ്ങളുടെ ഇടയിൽ ഒരു മെഗാ ഈവന്റ് കൂടി കൊച്ചി കപ്പൽശാല സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ 3 ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഒന്ന്, CSL കണക്ട്. കപ്പൽശാലയുമായി നാളിതുവരെ ചേർന്നു നിന്ന ഓരോ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആശയമാണിത്. 2, CSL ടുമോറോ. കൊച്ചി കപ്പൽശാലയുടെ ഭാവി അഭിവൃദ്ധിക്കും നവീകരണത്തിനും വേണ്ടിയുള്ള വികസനപരമായ ആശയങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 3, CSL എംപവർമെൻറ്റ്. നൈപുണ്യ വികസനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കലാകായിക കഴിവുകളെ വളർത്തുന്നതിനും പരിചയ പാടവവും അറിവും പകർന്നു നൽകുന്നതിനുള്ള വേദിയാണ് CSL എംപവർമെൻറ്റ്. Finally, the moment all of us have been eagerly waiting for. Aren't we all curious to know what our logo looks like? Well, Cochin Shipyard conducted a competition for designing the logo and tagline. The competition received overwhelming response and the organizing committee shortlisted 100 logos and taglines. I now request our respected chairman and managing director, Shri Madhu S. Nair sir, to please come forward and press the button to digitally unveil our Golden Jubilee logo.
Presenting before you, ladies and gentlemen, here we have the beautiful logo of CSL Golden Jubilee celebrations, propelling nation's prosperity. May I now request our Chairman and Managing Director to kindly unveil the physical logo. താങ്ക് യു സർ. CSL ഫാമിലി എന്നും ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ അവസരത്തിൽ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി കൊച്ചി കപ്പൽശാലയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മധു എസ് നായർ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ ബിജോയ് ഭാസ്കർ, ശ്രീ വിജയ് ജോസ്, മാഡം ഉമാ വെങ്കടേശൻ, ശ്രീ സുരേഷ് ബാബു, ശ്രീ ശ്രീജിത്ത്, സീനിയർ ഒഫീഷ്യൽസ്, വിവിധ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ്, കൊച്ചിൻ കപ്പൽശാലയിലെ റിട്ടയർഡ് എംപ്ലോയീസ്, റിട്ടയർഡ് ഓഫീസേഴ്സ്, റിട്ടയർഡ് സൂപ്പർവൈസേഴ്സ് ആൻഡ് എംപ്ലോയീസിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, respected gentlemen from Germany, our partners in this long journey, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രോഗ്രാം ഇന്ന് ഇവിടുന്ന് ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്ന കൊച്ചിൻ കപ്പൽശാലയിലെ ആ എൻറ്റയർ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആദ്യമായിട്ട് ഇന്നത്തെ ഈ ഒരു വലിയ മുഹൂർത്തം, 50 വർഷം തികയുന്ന കൊച്ചിൻ കപ്പൽശാലയുടെ ഈ വലിയ മുഹൂർത്തത്തിൽ എല്ലാവർക്കും ആദ്യമായി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വലിയൊരു ദിനമാണ് ഇന്ന്. 50 വർഷം തികയുന്ന കപ്പൽശാല ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ എത്തുന്ന ഒരു ടൈം ഫ്രെയിമുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് for an institution there's actually a turning point. That turning point reaches when you're somewhere around 50. കാരണം ഒരു ഫുൾ ജനറേഷൻ തിരിഞ്ഞു വന്നിരിക്കുന്നൊരു സ്ഥാപനമാണ്. ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് വളരെയധികം അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് പറയാവുന്ന, ഞാൻ എന്നും ഉപയോഗിക്കുന്നൊരു വാക്കാണ്, നന്മ നിറഞ്ഞൊരു ഷിപ്പ്യാർഡ്. വളരെ നന്മ നിറഞ്ഞൊരു കപ്പൽശാലയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ കപ്പൽശാല ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് അത് ഒരു വേരിയസ് ജനറേഷൻസ് ഹാവ് ആക്ച്വലി വർക്ക്ഡ്. വേരിയസ് ജനറേഷൻസ് ഹാവ് വർക്ക് ബിഹൈൻഡ് ദ സീൻസ്, ഓൺ ദ ഗ്രൗണ്ട് ടു ആക്ച്വലി ക്രിയേറ്റ് ദി ഷിപ്പ്യാർഡ്. അപ്പോൾ ഇന്ന് അനുജു പറഞ്ഞ പോലെ ഇന്ന് ഈ കപ്പൽശാല ഇവിടെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ സമയത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ആഘോഷത്തിൻ്റെ സമയമാണ്. ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾക്കൊണ്ട് ആഘോഷിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ആഘോഷിക്കണം. കാരണം എല്ലാവരും കൂടെ ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ 50 വർഷം, ഈ 50 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം വളരെ സുഗമമായ കാര്യങ്ങളായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ 50 വർഷം എത്തി നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാ കാര്യത്തിലും സന്തോഷിക്കുവാൻ ഒരുപാട് സാഹചര്യമുള്ള ഒരു കപ്പൽശാല എന്ന് എത്തി നിൽക്കുന്നു. നമ്മുടെ ചുറ്റും എല്ലാ കാര്യങ്ങളും അതുപോലെ അല്ല മുന്നോട്ട് പോയത്. ഇന്ന് ഭാരതം 75 വർഷം തികയുമ്പോൾ നമ്മൾ രാഷ്ട്രം ആസാദി കാ അമൃത് മഹോത്സവ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ, കാരണം അതൊരു ആഘോഷമാണ്, അത് രാഷ്ട്രത്തിൻ്റെ ഒരു ആഘോഷമാണ്. ആ ആഘോഷത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ അതൊരു വളരെ നിയോഗം പോലെ, ഒരു നിമിത്തം പോലെയാണ് കൊച്ചിൻ കപ്പൽശാലയും 50 വർഷം തികയുമ്പോൾ. സോ ഇന്ത്യ അറ്റ് 75, CSL at 50 എന്ന് പറയുവാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടുന്നൊരു കപ്പൽശാലയിൽ നമ്മളെല്ലാവരും പല റോളുകളിൽ നമ്മൾ എല്ലാവരും ഇതിൻ്റെ ഭാഗമായിരിക്കുന്നു. നമ്മൾ മാത്രമല്ല, ഈ രാജ്യം നമ്മുടെ കൂടെ ഈ ഇന്ന് കൊച്ചിൻ കപ്പൽശാല 50 വർഷം എത്തി നിൽക്കുമ്പോൾ
This country takes pride in Cochin Shipyard. This society takes pride in Cochin Shipyard. And we have actually created an organization. We എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഈ യാത്രയിൽ ഔട്ട് ഓഫ് ദിസ് 50 years ഐ ബീൻ ഹിയർ 34 years. അപ്പോൾ നേരത്തെ അനുജു പറഞ്ഞ പോലെ കപ്പൽശാല സ്ട്രീറ്റ്സിൽ നിന്നുകൊണ്ട് സേവ് അവർ ഷിപ്പ്യാർഡ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്, ആ വിഷയങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതാണ്. അതിനകത്ത് നമുക്ക് വന്നിരിക്കുന്ന തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ മനസ്സിലാക്കേണ്ടതാണ്. ആ വിഷയങ്ങളിൽ വന്നിരിക്കുന്ന നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ വീണ്ടും നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ട് നടക്കേണ്ടതാണ്. അപ്പോൾ എല്ലാത്തിനുമായിട്ട് അടുത്തൊരു 1 year when we are doing this celebration of the 50th year of Cochin Shipyard, അത് ഒരു ആഘോഷം മാത്രമായി ചുരുങ്ങരുത്. ദാറ്റ്സ് ആക്ച്വലി അവർ ഹാർട്ട്. നമ്മുടെ എല്ലാവരെയും നമ്മുടെ ഫാമിലീസിൻ്റെ വി ഹാവ് ക്രിയേറ്റഡ് ദിസ് ഹോൾ തിങ്. വി ആർ ഓൾ പാർട്ട് ഓഫ് ദിസ് ഹോൾ സിസ്റ്റം. സോ ദ ഹാർട്ട് ആൻഡ് സോൾ ബിലോങ്സ് ടു കൊച്ചിൻ ഷിപ്പ്യാർഡ്. ആൻഡ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് അറ്റ് 50 years, where we have come, how we have reached here, അടുത്ത 50 വർഷത്തേക്ക് ഈ സ്ഥാപനം എവിടേക്ക് പോകണം, ഈ സ്ഥാപനം എവിടേക്ക് എത്തി നിൽക്കണം, സമൂഹത്തിലേക്ക് നമുക്ക് ചെയ്യേണ്ട നമ്മുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഈ സൊസൈറ്റി ഹൗ ഡു വി കണക്ട് ബെറ്റർ വിത്ത് ദ സൊസൈറ്റി, ഇത് ഈ വിഷയങ്ങളിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളായിട്ടാണ് നമ്മൾ അടുത്ത ഒരു 1 year സെലിബ്രേഷൻസ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ഐ എം എക്സ്ട്രീംലി ഹാപ്പി ദാറ്റ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടത്. കാരണം ഇതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സ്ഥായിയായ ഒരു സ്വഭാവം എന്ന് പറയണ ഈ ഒരു പർട്ടിക്കുലർ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്ക്, ദിസ് ഈസ് ആക്ച്വലി ദ CSL മാജിക്. ദിസ് ഈസ് ദ CSL ഫാമിലി. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിത് ഒരിക്കലും മറക്കരുത്. ദിസ് CSL ഫാമിലി, ദിസ് CSL മാജിക് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലുള്ള പോലെ വിഷയങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. എല്ലാ കാലഘട്ടത്തിലും ഒരു കുടുംബത്തിലായാൽ പോലും ഒരു ബിറ്റ്വീൻ എ ഹസ്ബൻഡ് ആൻഡ് എ വൈഫ് ദർ ആർ പ്രോബ്ലംസ്. ഇൻ എ ഫാമിലി ദർ ആർ പ്രോബ്ലംസ്. ദർ വിൽ ഓൾവേസ് ബി പ്രോബ്ലംസ്. ആ പ്രോബ്ലംസിന് ഹൗ ഡു വി ഫേസ് ദോസ് പ്രോബ്ലംസ് എന്നിട്ട് ഒരു ലോങ് ടേമിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സന്തോഷത്തിന് വകയാണ് എന്നുള്ളത്. കാരണം എന്നെല്ലാം നമുക്ക് പ്രോബ്ലംസ് വന്നിരുന്നു, എന്നെല്ലാം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നമ്മളെപ്പോഴും ഫ്രം ദ ലോങ് ജേർണി ആൻഡ് ഷോർട്ട് ഇഷ്യൂസ്, എല്ലാ കാലഘട്ടത്തിലും ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇഷ്യൂസ് ഇനിയും ഉണ്ടാവും. ഇനിയും ഇഷ്യൂസ് ഇല്ലാത്തൊരു കാലഘട്ടം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പ്രൈഡോടുകൂടി നമ്മൾ പറയുന്ന കാര്യമാണ് സമരങ്ങളില്ലാത്തൊരു സ്ഥാപനം, ആത്മബന്ധങ്ങൾ ഉള്ളൊരു സ്ഥാപനം. അതായത് ഇവിടെ ഒരു ഓഫീസറെന്നോ സൂപ്പർവൈസറെന്നോ തൊഴിലാളിയെന്നോ, ശരിയാണ്, ജോലി ചെയ്യുമ്പോൾ തരംതിരിവുകളുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും, പല പല റോളുകളുണ്ടാവും. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മളൊരു ദിവസം ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ, ഇന്നിവിടെ റിട്ടയർഡ് എംപ്ലോയീസ് ഉണ്ട്, ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ പാർട്ട് ഓഫ് ദാറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഫാമിലി. ആൻഡ് വെൻ വി ആർ പാർട്ട് ഓഫ് ദാറ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഫാമിലി, വാട്ട് വി നീഡ് ടു റിയലൈസ് ഈസ് the long-term journey and the short-term issues. We always separate this out. Long-term, we will look at what is the best for this country, what is the best for the society, what is the best for this company. എപ്പോഴും രാഷ്ട്രം ഏറ്റവും മുകളിൽ വരുന്നു, society and the company. We will work in that fashion. And as we move forward, ഇന്ന് കൊച്ചിൻ കപ്പൽശാല എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ വകയുണ്ട്. അടുത്ത ഒരു 10 വർഷക്കാലത്തേക്കുള്ള യഥേഷ്ടമായിട്ടുള്ള ഓർഡറുകൾ എല്ലാ സാഹചര്യത്തിലും. ആൻഡ് ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു ഹാവ് മൈ ജർമ്മൻ ഫ്രണ്ട്സ് ഹിയർ. വി ഹവ് സൈൻഡ് കോൺട്രാക്ട്സ് ഫോർ 8 ships. 8 കപ്പലുകൾക്ക് ഓർഡറാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പുറമേ നമ്മൾ ഇന്ന് പറയുന്നില്ല, പക്ഷേ ഇതിനേക്കാൾ അരമണിക്കൂർ മുമ്പ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ടെബ്മ ഷിപ്പ്യാർഡിൽ പണിയുവാനായിട്ട് 2 ടഗ്ഗുകളുടെ ഓർഡർ സൈൻ ചെയ്ത് കഴിഞ്ഞു. രണ്ടും ഇന്ന് സൈൻ ചെയ്തിട്ടുള്ള 2 ടഗ്ഗിൻ്റെ ഓർഡർ. നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്ന പോലെ ഏറ്റവും നൂതനമായ ലാർജ് ഡ്രെഡ്ജർ പണിയുവാനായിട്ടുള്ള ഓർഡറുകൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത് തന്നെ 6 നെക്സ്റ്റ് ജനറേഷൻ മിസൈൽ വെസൽസിൻ്റെ ഓർഡറുകൾ വരും. ഷിപ്പ് റിപ്പയർ രംഗത്ത് നന്നായി ചെയ്യുന്നു. ബോംബെയിലുള്ള ഷിപ്പ് റിപ്പയർ പ്രസ്ഥാനങ്ങൾ നന്നായി വളരുന്നു. ഇന്ന് 7 units ഓൾ ഓവർ ദ കൺട്രി, 3,000 crores ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സ്ട്രോങ് കമ്പനി, കോൺഫിഡൻറ്റ് കമ്പനി. ഈ കോൺഫിഡൻസ് എവിടെയാണ്? നമ്മുടെ ഹാർട്ട് ആൻഡ് സോളാണ് ഈ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസിൽ നമ്മൾ ഏറ്റവും
ആ ഗുഡ് വിൽ ഇൻ ദ സൊസൈറ്റി. നമ്മൾ ഒറ്റയ്ക്ക് നേടിയെടുത്തതാണെന്ന് നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കരുത്. വിശ്വസിക്കണം, നമ്മൾ വിചാരിക്കരുത് നമ്മൾ മാത്രമായി ഉണ്ടാക്കിയെടുത്തതാണ്. ഇതിന് there's a lot of goodwill. This society has given us a lot of goodwill. This country has given us the platform. Gratitude is one word which we must continuously have. Gratitude towards the country, gratitude towards the society. അപ്പോൾ ചെറിയ വിഷയങ്ങളിൽ നമ്മൾ ഒരിക്കലും തല്ലുകൂടരുത്. ചെറിയ വിഷയങ്ങൾ അത് we should find methods to sort it out. കാരണം നമുക്ക് finally our destinations are long. Our destinations are building up institutions like Cochin Shipyard. നാളെ ആൾക്കാർ പറയണം ഇതുപോലെയുള്ള മാതൃകാ സ്ഥാപനമായിട്ട് ഈ സ്ഥാപനം വളരണം. അതുപോലെയുള്ളൊരു മാതൃകാ സ്ഥാപനമായി ഇന്ന് വളർന്നിരിക്കുന്ന കൊച്ചിൻ കപ്പൽശാലയിൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, ഈ ഒരു ജനറേഷൻ്റെ ആൾക്കാരുടെ മാത്രമല്ല പറയുന്നത്, ഇത് വി ആർ കണക്റ്റിംഗ് റൈറ്റ് ഫ്രം എംപ്ലോയി നമ്പർ 001 തൊട്ട് ഉള്ള ആൾക്കാർ, അതിനേക്കാൾ മുന്നേ ഈ കപ്പൽശാല പണിതുയർത്തിയിരിക്കുന്ന ആളുകൾ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന സമൂഹത്തിലെ നമ്മളുമായിട്ട് എന്നും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ ദിസ് കൺട്രി, ദ സെൻട്രൽ ഗവൺമെൻറ്, ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, നമ്മൾക്ക് എല്ലാവരെയും യഥേഷ്ടമായിട്ടുള്ള ഗുഡ് വിൽ, ആ ഗുഡ് വില്ല് ത്രൈവ് ചെയ്താണ് ഈ കമ്പനി നിൽക്കുന്നത്. ഞാൻ എന്നും വിശ്വസിച്ചിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം നന്നായി പോകുമ്പോൾ നമുക്ക് കുറച്ച് വേണമെങ്കിൽ അഹങ്കരിക്കാം. മനുഷ്യ സഹജമാണ്, നമ്മൾ ചെറുതായിട്ട് അഹങ്കരിക്കും. പക്ഷെ കാര്യങ്ങൾ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിക്കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇറ്റ് വിൽ ഓൺലി ബി ദ ഗുഡ് വിൽ of the society that will be along with us. So make sure that we will do nothing which tampers or touches this goodwill. We have created a great company. We are blessed to have worked and have been part of this long journey. And as we move forward, let us use this occasion and let us use this 1 year to rededicate ourselves to the cause of this great organization, Cochin Shipyard Limited. As we move forward, let us rededicate ourselves that we will create more value in the system. ഏറ്റവും നന്മ നിറഞ്ഞൊരു കമ്പനി, കറകളഞ്ഞൊരു കമ്പനി നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്നു. So as we move forward, let's make sure that we continue this great show in the interest of the society. എല്ലാവരും ഒരുമിച്ച് ഈ പ്രയാണത്തിൽ, ഈ ഒരു വർഷത്തെ മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾക്ക് ഭാവിയിൽ എന്തെല്ലാം ഇനി സാധിച്ചെടുക്കേണ്ടതായിട്ടുണ്ടോ അതിൻ്റെ ചിന്തകളും അതിനകത്ത് ഇന്ന് ഈ വിഷയങ്ങളിലുള്ള ഊർജം, we should actually get the energy. Looking at the last 50 years where we are now, let's get the energy to actually drive ourselves into the future. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്, സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ആണ് ലോകത്ത് വന്നിരിക്കുന്നത്. ടെക്നോളജി ഇമ്പാക്റ്റ്, ഗ്രീൻ ഷിപ്പിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ന്യൂ ടെക്നോളജീസ്, നമ്മൾ വളരെ ചേഞ്ച് ചെയ്യേണ്ട ഒരു യുഗത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ എം 100% ഷുവർ ദാറ്റ് ഇവിടുത്തെ ഓഫീസേഴ്സ്, സൂപ്പർവൈസേഴ്സ്, വർക്കേഴ്സ്, നമ്മളുമായിട്ട് നിൽക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, കോൺട്രാക്ടേഴ്സ്, കരാർ തൊഴിലാളികൾ, എല്ലാവരും, CISF, ട്രെയിനീസ്, ഇതിനകത്ത് നമ്മുടെ സപ്ലയേഴ്സ്, ഇവരെല്ലാവരും നിൽക്കുന്ന ആ ഒരു ഫാമിലി, ഐ എം ഷുവർ ദാറ്റ് വിത്ത് ദ ഏബിൾ impetus being provided by our entire team, we will take things forward and we will actually be, when we are celebrating our 75th year and 100th year, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആഘോഷങ്ങൾ വളരെ ഏറ്റവും മികച്ച രീതിയിൽ ഈ ആഘോഷങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir. As our chairman mentioned, celebrating our 50th anniversary is indeed a proud and happy moment for the CSL family. Together, let us spread the CSL magic. We feel blessed to hear that our shipyard is progressing at a very great pace. Now, let's take a look at the logo. The logo embodies the Golden Jubilee year and the CSL's official logo. It denotes our shipyard's successful voyage from Rani Padmini to Vikrant. The logo is modeled by Sri Sajid P. and the tagline is by Mr. Venugopal. Self-reliance in all major fields is very important for any nation to achieve prosperity
And that is what Atmanirbhar Bharat is all about. CSL will be playing a vital role in indigenizing our shipping needs, making India one of the top global leaders, which is well depicted by our tagline, propelling nation's prosperity. കൊച്ചി കപ്പൽശാലയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഒരു ബ്രോഷർ തയ്യാറാക്കിയിട്ടുണ്ട്. കപ്പൽശാലയുടെ ചരിത്രം, വിഷൻ, ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ, ഭാവി പ്രവർത്തനങ്ങൾ, അതുകൂടാതെ കൊച്ചി കപ്പൽശാലയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ റോഡ് മാപ്പ് കൂടി ഈ ബ്രോഷറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ കൊച്ചി കപ്പൽശാലയുടെ ഗോൾഡൻ ജൂബിലി ബ്രോഷർ പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ഡയറക്ടർ ടെക്നിക്കൽ ശ്രീ ബിജോയ് ഭാസ്കർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ബ്രോഷർ സ്വീകരിക്കുന്നതിനായി ഡയറക്ടർ ഓഫ് ഫിനാൻസ് ശ്രീ ജോസ് വി ജെ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, sirs. Our shipyard is a very big family. On this joyous occasion, we have a lot of felicitations from our family members. They are the foundation and building blocks of our shipyard. Let us take a moment and listen to them with sincere gratitude. Cochin Shipyard Officers Association extend all the support and wishes for successful conduct of this one-year journey. കൊച്ചിൻ ഷിപ്പ്യാർഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം നൽകുന്നതോടൊപ്പം തന്നെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. കപ്പൽശാല 50-ാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് ഫെഡറേഷൻ CITUവിൻ്റെ എല്ലാ ആശംസകളും ഈ സന്ദർഭത്തിൽ നേരുകയാണ്. കേരളത്തിനും രാജ്യത്തിനും അഭിമാനമായി ഈ സ്ഥാപനം മാറിയിരിക്കുന്നു. ലാഭത്തിൻ്റെ കണക്ക് നോക്കിയാൽ, ഓർഡറുകളുടെ ഒരു ശേഷി നോക്കിയാൽ, കപ്പൽശാലയുടെ തന്നെ കാര്യശേഷി നോക്കിയാൽ നമ്മുടെ സ്ഥാപനം നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ പകരം വയ്ക്കാനില്ലാത്ത വിധത്തിൽ അഭിമാനത്തോടുകൂടി തലയുയർത്തി പിടിച്ചു നിൽക്കുകയാണ്. കപ്പൽശാലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി, കപ്പൽശാലയിലെ എംപ്ലോയീസ് ഫെഡറേഷന് വേണ്ടി എല്ലാ ആശംസകളും. കൊച്ചി കപ്പൽശാലയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ INTUCയുടെ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. കപ്പൽശാലയുടെ ഉയർച്ചയും താഴ്ചയും നേരിൽ കണ്ട എന്നൊരാളെന്ന നിലയിൽ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയിൽ കപ്പൽശാല മാനേജ്മെൻറ്റും തൊഴിലാളികളും ഒരുമിച്ച് നിന്നു. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും വലിയ കപ്പൽശാലയായി ഇത് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടി കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ INTUCയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് യൂണിയൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് അസോസിയേഷൻ എല്ലാവിധ ആശംസകളും നേരുന്നു. കേരളത്തിൻ്റെ അഭിമാനമായ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം കൊച്ചിൻ ഷിപ്പ്യാർഡ് അതിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് റിട്ടയർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ എല്ലാ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. ഫെഡറേഷൻ ഓഫ് റിട്ടയർഡ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് ഫോഴ്സിൻ്റെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് റിട്ടയർഡ് എംപ്ലോയീസ് വെൽഫെയർ ഫോറത്തിന് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഈ ആഘോഷത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. Whips wishes, best wishes to Cochin Shipyard on the occasion of the Golden Jubilee year. കൊച്ചിൻ ഷിപ്പ്യാർഡ് വിമൻസ് ഫോറത്തിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും നേരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് റിക്രിയേഷൻ ക്ലബിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. On behalf of Dolphin Club, Cochin Shipyard Officers Welfare Center, I wish all success to Cochin Shipyard and its Golden Jubilee celebrations.
ഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് SC/ST എംപ്ലോയീസിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഡിഫറൻറ്റ് ഏബിൾഡ് എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷൻ CSLൻ്റെ സർവ്വവിധ ആശംസകളും നേരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് കോൺട്രാക്ട് അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും എല്ലാവിധ ആശംസകളും. കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിയുടെ എല്ലാവിധ ആശംസകളും. Cochin Shipyard will scale new heights in the years to come under the dynamic leadership of the present CMD and this team. I wish all the functions which will be conducted during the Golden Jubilee celebrations all success. കൊച്ചിൻ ഷിപ്പ്യാർഡ് കോട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ 1000 ആശംസകൾ. I wish my shipyard all the best for her Golden Jubilee year. Namaste. Hello everyone. On the occasion of the Golden Jubilee year of Cochin Shipyard, I, Captain Sundar, take this opportunity to greet and felicitate the rank and file of the company. Incorporated in the year 1972 and set up as the first greenfield shipbuilding and ship repair facility of independent India, Cochin Shipyard has strived tirelessly over the years to adopt the best global practices of the industry. It was a privilege for me to be associated with Cochin Shipyard for nearly 4 years as Director of Operations between 2011 and 15. Cochin Shipyard has been well served by a committed and tenacious workforce over the years, and thanks to their tireless efforts, today the shipyard stands out as a beacon of Atmanirbhar Bharat. My personal greetings again to Team CSL on this incredible journey thus far, and wish the company all success in future endeavors. Jai Hind, Namaste. At this momentous milestone of Cochin Shipyard completing 50 years, it is gratifying that I have been fortunate to be in the thick of it for 33 years, seeing the shipyard walking, limping, and then rejuvenating, shedding its debts, and steadily become the best in the country. Congratulations to all those who have contributed to it. I am sure the welfare of all those employees would also be given top priority. My best wishes to Cochin Shipyard to continue its golden run and scale higher summits. Thank you. I am B.R. Savarkar, the first Director of Operations of Cochin Shipyard. I was with the shipyard from 1974 to 1995, holding office as the Director of Operations from 1989 to 1995. I have been happy to see the steady progress of shipbuilding in commercial vessels of different categories, and even those thrilled to learn from construction of aircraft carrier for Indian Navy by the yard in the final stages. I strongly believe the entire family of dedicated officers, supervisors, workforce and efficient management by my successors has brought shipyard to this stage, well acclaimed in India and abroad. I am happy to be part of this Golden Jubilee celebration, and my wholehearted wishes to each of the CSL and for the success story of CSL to follow in coming years. Wishing all the very best to Cochin Shipyard, a state-of-the-art greenfield shipyard which has completed 50 golden years and is celebrating its Golden Jubilee anniversary this year. On this occasion, I proudly recall with nostalgia my long association with the yard, which was my second home. Could witness the growth of the yard from a humble beginning to become a leading shipbuilding and ship repair yard in India. Most modern,
technically advanced, professionally well managed, with strong financials and with commendable growth year on year. Feel proud to have been associated with this great company. I once again wish Cochin Shipyard all the very best for greater achievements and a bright future. Hi CSL team, congratulations. CSL is continued to spread its wings wide both on shipbuilding and ship repair. It's amazing and awesome experience to deal with IAC project. I feel proud it's nearing completion and trials and expecting commissioning. I am very proud of the current CSL team executing with excellence all the projects. When I was in service with the CSL, the 40 years celebrations was carried out. Now it's Golden Jubilee, a successful completion of 50 years. Each one of you should feel proud of it, withstanding all the hardships during the COVID times, completing and achieving timely all the projects. I hope keeping hopes is always much better than any other attitude and action for CSL endeavors will be always fetching in all fronts, not only to satisfaction of customers, employees, shareholders, public at large, with much sought after social responsibility. I wish all the best to CSL and its team. My hearty congratulations for successful completion of 50 years with flying colors, and tread a path for diamond and platinum jubilee by handing over the CSL in good shape and health to future generation of CSL for its eternal and continued existence through its excellence. Namaste, Jai Hind. On this happy occasion of celebrating the 50th birthday of my Cochin Shipyard, I remain with cherishing memories of my service as Director Finance for 5 years from 2000 to 2005. This occasion, I wish all the best for my Cochin Shipyard for the years ahead of her. As Cochin Shipyard celebrates its Golden Jubilee, it has been an absolute privilege and honor to be part of the journey. With its committed workforce, dedicated and professional and ethical management, CSL has been able to carve out a niche for itself in the maritime arena. Good luck to CSL in all its ventures. Thank you. It gives me great pleasure to know that Cochin Shipyard Limited is celebrating its Golden Jubilee in the year 2022. I am happy and proud to be part of this great organization from 1976 in its nascent stages to 2014, a Miniratna Grade 1 company. The achievements of an organization are the results of combined efforts of every individual. We started with a few, but now you are many, not in numbers, but in talents and creativity. The excellent performance of this CPSU with consistent profits for the last more than 25 years is admirable. Congratulations, dears, for all your efforts and accomplishments. On this auspicious occasion, I wholeheartedly extend my best wishes and blessings to CMD and CSL team in its endeavor to achieve excellence at national and international level. Thank you. On this momentous occasion of the 50th anniversary of Cochin Shipyard, I'd like to convey my best wishes to the Chairman and Managing Director, Sri Madhu S. Nair, the directors and all personnel of the shipyard. I have been associated with Cochin Shipyard for 8 years, and these have been some of the most satisfying and fulfilling years of my professional career. It gives me immense pleasure to see the shipyard grow from strength to strength and emerge as the finest shipyard in the country and one of the finest in the world. This, in my view, is due to the fundamental character of Cochin Shipyard, which is based on the principles of uncompromising ethical business standards, high professional integrity and commitment, and sound human resource practices. I take this opportunity to congratulate everyone who has been associated with the shipyard, both past and present, who have worked to make the shipyard what it is today. I am confident that the shipyard will continue to grow and serve with distinction the Indian as well as the global shipbuilding industry. God bless you all. Jai Hind. Namaskaram, Team CSL. Jai Hind and greetings on the golden anniversary of our Karma Bhumi,
Cochin Shipyard. Each one of you represents the driving force that propels Team CSL, together endeavoring to achieve more through commitment, synergy and leadership. As the nation today strives to make in India and marches to Atmanirbhar Bharat, I am sure Cochin Shipyard will lead the way. You are the nation's best. Give the shipyard your best. Make us proud. Jai Hind. Hello, Cochin Shipyard. Good morning. It's really nice to be remembered on this very momentous occasion, and I'm very happy that the CSL and the entire CSL family is celebrating the Golden Jubilee celebration. Having spent almost 9 years with you and your family, it has been a great transformational experience which I recall almost every day. Whether it was the first export order, whether it was the number of export orders that we got after that, whether it was a 3-year order book position, whether it was launching of and delivering ships on schedule, whether it was delivering ships ahead of schedule, whether it was setting up the design office for the IAC, or launching 5 ships for different owners on the same day. I think it was sometime in February 2008. Each of these experiences were unforgettable, and I'm very happy that even though, even after I had left, you had continued this transformational journey in a fabulous manner, completing the detail engineering and design of the IAC and putting it out to sea. It is a fantastic achievement. I'm very happy that you have grown in this fashion, putting many critics at bay, and I'm sure that you will succeed in future also, and my good wishes are always with you and your family. Thank you. I'm deeply touched by the opportunity to participate in the Golden Jubilee celebration of the shipyard, which has grown from strength to strength with the dedication of my successors. 26 years ago, when I came to the shipyard, it was the best equipped shipyard. I adopted the policy of continuous improvement in gates, roads, boundary walls, stockyards, workplaces, approach to logistics, just-in-time logistics, in better management of funds. It reflected in the quadrupling of the turnover, and the best result was seen in the delivery of the second double-hull tanker with less cost and shorter delivery period. This all happened to the dedication and devotion of the workforce, consisting of officers, supervisors and workers. I acknowledge the dedication of the present shipyard workforce, and I'm convinced that it will grow from strength to strength, and wish you the very best and greater glory in future. Thank you. 34 years back, at that time it was a commercial shipyard, and I enjoyed working there in a commercial ship because I had basic training also as a first training I had with in Dufferin, which was connected with the merchant ships, and I had a wonderful love for commercial ships, and I was happy to build them. They kept on building more and more better ships there, and the shipyard was very, very huge, and so luckily I said we must try and build a naval carrier. I had worked in 2 naval carriers, one naval carrier of the Cochin of the Navy, so I said must try and do, and luckily I was able to get a drawing, and there's no question of starting the construction of the naval carrier in my lifetime or during my tenure in Cochin Shipyard. It was just that I started, told the naval headquarters, and between naval headquarters and Cochin Shipyard, we started the process of paperwork to build
this thing, and that took about 4 years before they could design and start building a ship. And I had a wonderful time in Cochin Shipyard. But I also had a good time with building a big ships of the merchant ships. And they were good ships. And they were all built. We got, of course, a lot of equipment from abroad and put them there. But gradually, the Cochin Shipyard was increasingly building the things themselves and not only relying on outsiders. And we had a good shipyard. And at that time itself, although there were other shipyards in Visakhapatnam, small shipyard in Bombay, but nothing like the Cochin Shipyard. I am very happy to know that Cochin Shipyard is celebrating its Golden Jubilee. This is a glorious event. On this occasion, I wish to convey my hearty greetings and best wishes to all employees of Cochin Shipyard. Very nostalgic video for us. We salute them with great respect for their efforts and vision which made CSL what it is today. തുടർന്ന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ സതീഷ് കുമാർ എസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ചെയർമാൻ, മറ്റ് ബഹുമാനപ്പെട്ട ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ചീഫ് വിജിലൻസ് ഓഫീസർ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓഫീസേഴ്സ്, സൂപ്പർവൈസേഴ്സ്, അതുപോലെ തൊഴിലാളി പ്രതിനിധികൾ, മറ്റ് റിട്ടയർഡ് എംപ്ലോയീസിനെ പ്രതിനിധീകരിച്ചെത്തിയവർ, എല്ലാവർക്കും തന്നെ ഈ വേളയിൽ നമുക്കറിയാം 50-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച്, അതായത് നമുക്കറിയാം ഏത് ആഘോഷവും നമുക്ക് 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നുണ്ട്. ഒന്ന്, മനസ്സിൻ്റെ സന്തോഷം, എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന ഒരു സുദിനമാണെന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു കുടുംബത്തിലും ഒരാഘോഷം കൊണ്ടുവരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ആ ഇഴയെടുപ്പം കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. കഴിഞ്ഞ 50 കൊല്ലക്കാലം നമ്മുടെ സ്ഥാപനം വിവിധ ശൈശവദശ അല്ലെങ്കിൽ വിവിധ തലത്തിലൂടെ കടന്നുപോയപ്പോഴും അവിടെയെല്ലാം നമ്മുടെ ഒരുമയും അതുപോലെ തന്നെ നമ്മുടെ സഹവർത്തിത്വവുമാണ് ഈ നിലയ്ക്ക് നമ്മൾ വളരുവാൻ തക്കവണ്ണം ഇടയാക്കിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ പൊതുമേഖലയിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെ ഇത്രയധികം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിന് പുറത്തുള്ളവർ നോക്കുമ്പോൾ കേരളത്തിൽ പൊതുമേഖല വളരാൻ സാധ്യത കുറവാണ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പുറമേ ഉള്ളവർ കാണുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ നിലനിർത്തിയിട്ടുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ കൾച്ചർ എല്ലായ്പ്പോഴും നമ്മൾ ചെയർമാനാകട്ടെ അല്ലെങ്കിൽ മറ്റ് മുൻ നമ്മുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിൽ നിന്ന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ഭാരവാഹികളാകട്ടെ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ കൾച്ചറിനെ കുറിച്ച്. അപ്പം പരസ്പരം സ്നേഹവും പരസ്പര ബഹുമാനവും പുലർത്തിക്കൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെയും അതിനകത്തൊരു കറയോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. എല്ലാവരും തന്നെ ഒരുപോലെയാണ് നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും നമ്മൾ എല്ലാ കൊല്ലവും ഓണാഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അവിടെ തോളോട് തോളൊരു ചേർന്ന് ഇരുന്ന് നമ്മൾ ഓണസദ്യ കഴിക്കാറുണ്ട്. അത് ടോപ്പ് ടു ബോട്ടം, അതായത് അതിനകത്ത് യാതൊരു വേർതിരിവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഏതൊരു സ്ഥാപനവും നമ്മൾ ഒരു മനുഷ്യ ശരീരത്തോട് ഉപമിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ തല എന്താണോ ചിന്തിക്കുന്നത് അത് ഒരു ചെറുവിരൽ പോലും അതിൻ്റേതായ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും നിറവേറാൻ പറ്റുമ്പോഴാണ് ആ സ്ഥാപനം അല്ലെങ്കിൽ ആ മനുഷ്യ ശരീരം മൊത്തത്തിൽ അത് അതേതിൻ്റെതായ രീതിയിൽ നിലനിർത്താൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ടീമിൽ നിന്നും അല്ലെങ്കിൽ ഈ മനുഷ്യ ശരീരത്തിൽ നിന്നും ഒരവയവവും മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കില്ല. എല്ലാ അവയവത്തിനും അതിൻ്റേതായ ഫങ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് അറിയാം നല്ലൊരു ലീഡർഷിപ്പാണ് നമുക്കുള്ളത്. ഇതെല്ലാം നല്ല പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ലീഡറെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ തന്നെ
അല്ലെങ്കിൽ ഈ ഇൻഹൗസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് എല്ലാവരും തന്നെ. ഡയറക്ടറേറ്റ് ആവട്ടെ അല്ലെങ്കിൽ ചെയർമാൻ ആകട്ടെ, എല്ലാവരും തന്നെ ഇൻഹൗസ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടുത്തെ എല്ലാ സ്വഭാവവും അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചറും അതുപോലെ തന്നെ നമ്മളോട് അത്രയധികം ഇഴയെടുപ്പമുള്ള ആളുകളാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഇനിയും ഈ കഴിഞ്ഞ 50 കൊല്ലക്കാലം നമ്മുടെ ഒത്തൊരുമയും എല്ലാം കാത്തു സൂക്ഷിച്ചു. തീർച്ചയായിട്ടും വീണ്ടും മുന്നോട്ട് ഈ ഇഴയെടുപ്പം അല്ലെങ്കിൽ ഈ ഇത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഇനിയും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം 1 വർഷക്കാലത്തേക്ക് നടക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ ഭാവങ്ങളും കൊച്ചിൻ ഷിപ്പ്യാർഡ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ പേരിൽ നേരുന്നു. ഭാവങ്ങൾ നേരുന്നതോടൊപ്പം ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. ഇവിടെ കൂടി വന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. വിശേഷാൽ ചെയർമാൻ, അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ മറ്റു ഓഫീസേഴ്സ്, സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ, അതുപോലെ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തികൾക്കും, അതുപോലെ തന്നെ ഇത്രയും ഭംഗിയായി ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർക്കും അതുപോലെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റിനും അതുപോലെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, വ്യക്തിപരമായും സംഘടനയുടെ പേരിലും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. Thank you, sir. Now we are coming to the end of this function. With love and respect, we remember the contributions of our ex-employees, leaders, customers, vendors, service providers, and all other stakeholders, including the people of Kochi, whose dedication, hard work, and support have helped CSL grow and become a pride of our nation. Our sincere thanks to all those who have gathered here to grace this occasion and all those who are participating online. Thank you so much for spending your valuable time here with us today. Our special thanks to all who have contributed to the planning, arrangements, and success of this simple function to commemorate our inception day. Please join hands for a big round of applause to celebrate the spirit of this great organization. Thank you. ഒടുവിലായി ദേശീയ ഗാനത്തിനായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे। Once again, thank you all. We have arranged tea and snacks for everyone outside. Please enjoy it.